ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്നൊരു നല്ല വീഡിയോ ആണ്. സുധാപു, സൗഭാഗ്യ, ഞാൻ, അർജുൻ ഞങ്ങളെല്ലാവരും കൂടി മീറ്റ് ചെയ്യുന്ന ഒരു നല്ല ദിവസമാണ് ഇന്ന്. ഞാൻ പോകുമ്പോൾ നിങ്ങളും കൂടെ വരണ്ടേ? നിങ്ങളും കൂടെ ഉണ്ടെങ്കിലേ എനിക്ക് സന്തോഷമുള്ളൂ. നമുക്കിങ്ങനെ ചോദിച്ചു പോവാം. ഓക്കെ, ആ സിനിമയിലൊക്കെ പറഞ്ഞ ഡയലോഗ് പോലെ. ഓക്കെ, പോയാലോ? കൂടെ ഉണ്ടാവണേ കേട്ടോ. ഓക്കെ, പോകാം. എൻ്റെ വീട്ടിനടുത്തുള്ള ഒരു ഹോം അപ്ലയൻസ് ഷോപ്പിൽ സൗഭാഗ്യ സുധാപു നേരത്തെ വന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. എന്നെ കണ്ടത് സുധാപുവിൻ്റെ സന്തോഷം കണ്ടോ? എൻ്റെ ചക്കരക്കുട്ടി. ഞാൻ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വാഷിംഗ് മെഷീൻ കേടായിപ്പോയി. എന്നാൽ പുതിയതൊരെണ്ണം വാങ്ങിച്ചാലോ എന്ന് ആലോചിച്ചാണ് ഈ കടയിലോട്ട് ചെന്നത്. ആദ്യം വിലയൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് മേടിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. ഒരു ഓഫറൊന്നും ഇല്ലാത്തതുകൊണ്ട് തൽക്കാലം അതങ്ങ് മാറ്റി വെച്ച് ഞാനും സൗഭാഗ്യം വാഷിംഗ് മെഷീൻ്റെ വിലയൊക്കെ അന്വേഷിച്ച് നടന്നപ്പോൾ സുധാപുവിനെ കണ്ടോ? അവിടെയുള്ള സ്റ്റാഫൊക്കെ ആയിട്ട് വലിയ കൂട്ടായി കേട്ടോ, വലിയ സ്നേഹമായി. അവർക്കെല്ലാം സുധാപുവിനെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ നിന്ന് ബൈ പറഞ്ഞിറങ്ങി നേരെ ഞങ്ങൾ ലൂലു പോകാനാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. என்ன வேணும் குந்திக்கு? பிரெட் ஜாம் வேணுமா? பாப்பம் வேணும். பாப்பம் வேணும். பசிக்கிறது அதுக்கு. നോക്ക്, ഇപ്പൊ ലുലുവിൽ പോവാം. പോയിട്ട് പാപ്പം കഴിക്കാം. ഓക്കെ, എന്നെ പോവാം. റെഡ് ബസ്സിൽ പോവാം. സുധാപുവിനെ നല്ല പോലെ വിശക്കുന്നുണ്ടെന്ന് തോന്നുന്നു. മാത്രമല്ല നല്ല ഉറക്കവും വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കാറിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും സുധാപു സുഖമായിട്ടങ്ങ് ഉറങ്ങി. സുധാപുവിന് ബ്രെഡ് ജാം വേണോ? നമുക്ക് ലുലുവിൽ പോയി വാങ്ങിച്ചു തരാം. വാങ്ങിച്ചു തരാം കേട്ടോ. ചച്ചപ്പാ. ഇവിടുന്ന് ലുലു മോൾ വരെ പോകാൻ ഏകദേശം ബൈ കാർ ഒരു ഹാഫ് ആൻ അവർ എങ്കിലും എടുക്കും. നല്ല ട്രാഫിക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടുതലാവാനേ ചാൻസ് ഉള്ളൂ. എങ്ങനെ പോയാലും ഒരു 45 മിനിറ്റ്സ് ഒക്കെ എടുക്കും. പക്ഷേ ഇന്നത്തെ ദിവസം വലിയ ട്രാഫിക് ഉണ്ടായിരുന്നു എന്ന് പറയാൻ പറ്റില്ല. മോഡറേറ്റ് ട്രാഫിക്കായിരുന്നു. അപ്പോൾ ഒരു ഹാഫ് ആൻ അവറിനുള്ളിലൊക്കെ ഞങ്ങളവിടെ ഡ്രൈവ് ചെയ്തെത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. വലിയ ട്രാഫിക് ഇല്ല കേട്ടോ, വലിയ കുഴപ്പമില്ലാതെ ഞങ്ങൾ ഓടിച്ചങ്ങോട്ട് പോവുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സുധാപു കാറിൽ സുഖമായിട്ടങ്ങ് ഉറങ്ങിപ്പോയി. സൗഭാഗ്യ നേരത്തെ ഉണർന്ന് വിളക്കൊക്കെ വെക്കാനായിട്ടേ അങ്ങനെ ശീലമാക്കിയപ്പോൾ കുഞ്ഞും കൂടെ എഴുന്നേറ്റ് കുഞ്ഞിനും കൂടെ അതൊരു ശീലമായി. അതുകൊണ്ടാവണം കുറച്ച് ഡേ ടൈമിൽ ഉറക്കം വരുന്നതെന്ന് തോന്നുന്നു. ലുലുവിലെ പാർക്കിംഗ് സ്ഥലത്തെ തിരക്ക് കണ്ടോ? വല്ല വിധേനയാണ് എനിക്കൊരു പാർക്കിംഗ് കിട്ടിയത് കേട്ടോ. സൗഭാഗ്യമാണ് സുധാപുവിനെയും തൂക്കി നടന്നത് കേട്ടോ. സൗഭാഗ്യം ഒരിക്കലും എന്നെക്കൊണ്ട് കുഞ്ഞിനെ എടുക്കാൻ സമ്മതിക്കാറില്ല, പ്രത്യേകിച്ച് ഉറങ്ങുമ്പോഴൊക്കെ. അമ്മയ്ക്ക് പറ്റില്ല, അമ്മയ്ക്ക് ആവില്ല എന്ന് പറഞ്ഞ് പാവം. സുധാപു ഉണരുന്നവരെയും സൗഭാഗ്യം തന്നെയാണ് തൂക്കി നടന്നത്. ആർട്ടിസ്റ്റുകളുടെ ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറയുന്നത് നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ ഒരുപാട് ആൾക്കാർ തിരിച്ചറിയും. നമ്മളുടെ കൂടെ വന്ന് ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ച് വളരെ സന്തോഷമായിട്ട് ചിത്രങ്ങൾ എടുക്കും. നമ്മുടെ വർക്ക്സിനെ കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് അവർ സംസാരിക്കും. അതിൻ്റെ എല്ലാ ഡീറ്റെയിൽസും അവർ പറയും. ഓർമ്മയോടെ പല കാര്യങ്ങളും നമ്മളെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ അവർ പറയും. അപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത് അമ്മയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ എനിക്ക് ഫാൻസ് തോന്നിയിട്ടുള്ളത് സൗഭാഗ്യക്കാണ്. അർജുനൊരു വാസ്റ്റ് മെജോറിറ്റി ഫാൻസ് ഉണ്ട്. എന്നാൽ സുധാപുവിൻ്റെ ഫാൻസിന് ഒരു കയ്യും കണക്കും ഇല്ല കേട്ടോ. ഇന്ന് ഞങ്ങളുടെ ഫാമിലിയിലെ ഏറ്റവും വലിയ സ്റ്റാർ ആരാന്ന് ചോദിച്ചാൽ ഞാൻ പറയും സുധാപുവാണ്. ഈ വ്ളോഗ് നിങ്ങൾ കണ്ടു നോക്കൂ. എന്തുമാത്രം ആൾക്കാരാണ് സുധാപുവേ കൊച്ചു ബേബി എന്ന് പറഞ്ഞുകൊണ്ട് മോളുടെ അടുത്ത് വന്ന് കൂടെ നിന്ന് ഫോട്ടോ എടുത്തു. മോൾ ഉറങ്ങിയപ്പോഴും വന്ന് ഫോട്ടോ എടുത്തു, ഉണർന്നിന്നപ്പോഴും വന്നു. എപ്പോഴും സുധാപുവിന് ഒരുപാട് ഫാൻസാണ്. എനിക്ക് അങ്ങ് അഭിമാനമാണ് അത് കാണുമ്പോൾ. ഞങ്ങൾക്ക് 3 പേർക്ക് നന്നായിട്ട് വിശന്നതുകൊണ്ട് ഭക്ഷണം കഴിക്കാനായിട്ട് കയറി. ഫുഡ് കോർട്ടിലെ വസന്തഭവനിലാണ് ഞങ്ങൾ കയറിയത്. ഞാൻ ഇഡ്ഡലിയാണ് ഓർഡർ ചെയ്തത്. എൻ്റെ അമ്മ എപ്പോഴും പറയും പുറത്തൊക്കെ പോകുമ്പോൾ ഇഡ്ഡലി ഓർഡർ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം സ്റ്റീംഡ് ആയതുകൊണ്ട് വയറിന് ഒരു കുഴപ്പം ഉണ്ടാക്കില്ല. അപ്പോൾ അതൊക്കെ ഞാൻ അധികവും പാലിക്കാൻ ശ്രമിക്കാറുണ്ട്. കാരണം എനിക്ക് പുറത്തെ ഭക്ഷണം കഴിച്ചാൽ പെട്ടെന്ന് വയർ എഫക്റ്റ് ആവും, ലൂസ് മോഷനൊക്കെ വരും. അതുകൊണ്ട് ഞാൻ ഇഡ്ഡലി അങ്ങ് കഴിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്രാവശ്യം ഇഡ്ഡലിക്ക് വലിയ ചൂടുണ്ടായിരുന്നില്ല.
മറ്റേ ആര്യാസിലൊക്കെ പോയാൽ നല്ല ചൂട് 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 ഇഡ്ഡലിയാണ് തരുന്നത്. എന്തായാലും സൗഭാഗ്യയ്ക്ക് കൊടുത്തിട്ട് ഞാനിങ്ങ് കഴിച്ചു. സൗഭാഗ്യമാണെങ്കിൽ ഓർഡർ ചെയ്തത് പനീർ ബിരിയാണി ആയിരുന്നു. മുന്നേ ഇവിടെ വന്ന് കഴിച്ചിട്ടുള്ളതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവളത് വീണ്ടും ഓർഡർ ചെയ്തു. ഞാനും കുറച്ച് കഴിച്ചു നോക്കി. അസല് ടേസ്റ്റായിരുന്നു കേട്ടോ. ഇഡ്ഡലി പറയണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നി. സൗഭാഗ്യയുടെ പകുതി ഫുഡും കഴിച്ചത് ഞാനായിരുന്നു. അത് ഞാൻ ഷൂട്ട് ചെയ്തിട്ടില്ല, പറഞ്ഞതേ ഉള്ളേ. പാവം സുധാപ്പു കണ്ടോ ഉറങ്ങുന്നത്. ഉറക്കം തെളിഞ്ഞപ്പോൾ സുധാപ്പുവിനും ഭക്ഷണം കൊടുക്കാനായിട്ട് റെഡിയായി. എൻ്റെ ഇഡ്ഡലി തണുത്തു പോയതുകൊണ്ട് വസന്തഭവൻ എനിക്ക് കോമ്പൻസേറ്റ് ചെയ്യാനായിട്ട് കേസരി തന്നു. കേസരി അല്ലേ സ്വീറ്റ്, അത് തന്നായിരുന്നു. അപ്പോൾ ആ കേസരി സ്വീറ്റ് സുധാപ്പുവിന് കൊടുക്കാനായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു. സുധാപ്പു നോക്കിയേ, പാതി മയക്കത്തിലാണ്, നന്നായിട്ട് ഉണർന്നിട്ടില്ല പാവം. പക്ഷേ സൗഭാഗ്യം നല്ല മധുരമാണ് കേട്ടോ. വളരെ ടാക്ട്ഫുള്ളായിട്ട് സുധാപ്പുവിനെ കൊണ്ട് ആ കുറച്ച് കേസരിയെങ്കിലും കഴിപ്പിച്ചായിരുന്നു. ഞാൻ എപ്പോഴും ഓർക്കുന്നുണ്ട്, ഞാൻ സൗഭാഗ്യ ചെറിയ കുട്ടിയായിരിക്കുമ്പം ഭക്ഷണം കൊടുക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവസാനം ഞാനും സൗഭാഗ്യം കൂടി അടിയാവുമായിരുന്നു. പക്ഷെ സൗഭാഗ്യ മോൾ എത്ര ചിണുങ്ങിയാലും പിണങ്ങിയാലും വളരെ സ്നേഹത്തോടെ അതിനെ എങ്ങനെയോ സമാധാനിപ്പിച്ച് ആ ഫുഡ് കഴിപ്പിക്കും. സുധാപ്പു ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമ്മളിനി കാണാൻ പോകുന്നത് സുധാപ്പുവിൻ്റെ ഫാൻസിനെയാണ്. 1-2 പേരൊന്നും അല്ല കേട്ടോ. സുധാപ്പുവിൻ്റെ ഫാൻസിൻ്റെ ഒരു നേർക്കാഴ്ചയാണ് ദാ ഇപ്പോൾ പ്രസൻറ്റ് ചെയ്യാൻ പോകുന്നത്. ദാ ഇവർ ഡോക്ടർ അഞ്ജന. സുധാപ്പുവിനെ കണ്ടത് ഓടി വന്നു, കൊച്ചു ബേബി എന്ന് പറഞ്ഞുകൊണ്ട് ഓടി വന്നു. അവരെ ഓടിച്ചെന്ന് സുധാപ്പുവിൻ്റെ ഒരു ഗിഫ്റ്റ് വാങ്ങിക്കുകയാണ്. പേര് പറയൂ മോളെ, പേര് പറയൂ. എൻ്റെ പേര് അഞ്ജന. തുറന്ന് നോക്കിയേ മോളെ. അയ്യോ മോനെ, അതെടുത്ത് കാട്ട്. കണ്ടോ? അതിനകത്ത് വയ്ക്കാം. ശരി, ചീത്തയാക്കണ്ട. ഇടയ്ക്കൊക്കെ എൻ്റെ സീരിയൽ കണ്ടിട്ടുള്ള കുറച്ച് ഫാൻസും ഉണ്ടായിരുന്നേ. കാതോട് കാതോരം സീരിയൽ കണ്ടിട്ടാ ഇത്ര ദുഷ്ടത്തിയായിട്ടുള്ള അമ്മായിയമ്മ എന്തിനാ ആവുന്നതെന്നൊക്കെ ചിലർ വന്ന് ചോദിച്ചെന്നോട്. ഇത് വേറൊരു ഫാമിലിയാണേ. ഹസ്ബൻഡും വൈഫും ഡോക്ടേഴ്സാണ്. ഇവർ സൗഭാഗ്യയുടെ ഫാൻസാണ്. ആ കുട്ടികളാവട്ടെ സുധാപ്പുവിൻ്റെ ഫാൻസും. സുധാപ്പു അതാരത്? എന്നെ ഒരുപാട് അതിശയിപ്പിച്ചൊരു കാര്യം, എല്ലാവരുമേ ഒരുപാട് കാലമായിട്ട് സുധാപ്പുവിനെ അറിയാവുന്ന പോലെയാണ് പെരുമാറുന്നത്. ഒരുപാട് വൈകിയാണ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് എത്തിയത്. എൻ്റെ കാറിൻ്റെ ബാക്ക് സീറ്റ് ഞാൻ കമത്തിയിട്ടിരിക്കുകയായിരുന്നു ലഗേജൊക്കെ വെക്കാനായിട്ട്. അരുൺ നോക്കി എന്താ ചെയ്യണമെന്ന് വളരെ കഷ്ടപ്പെട്ടതിനെ നിവർത്തി അങ്ങ് വെച്ചു. നമുക്കൊന്നും കൂടെ മണക്കാം. ടൂ സീറ്റർ കാർ എന്നും എൻ്റെ ഒരു സ്വപ്നമാണ് കേട്ടോ. എനിക്കതൊന്നും മേടിക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് കിട്ടിയ കാറിൽ ഞാനത് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇവരാരും അതിനെ സമ്മതിക്കുന്നില്ലെന്നേ. എല്ലാവരും കൂടെ ഒരു ടീമായിട്ട് നിന്ന് തന്നെ അങ്ങ് തീർക്കുക.
ഞാൻ ഷൂട്ടിങ്ങിന് പോകുമ്പോഴേ എനിക്ക് ഒരുപാട് ലഗേജസ് ഉണ്ടാവും. അതൊക്കെ ഈ സിലേറിയോടെ ബാക്കിൽ വെക്കാൻ എനിക്ക് സ്ഥലവും ഇല്ലതാണ്. അപ്പോൾ ഈ 2 സീറ്റ് ബാക്കിലത്തെ അങ്ങ് മടക്കി അങ്ങ് വെച്ചാൽ എൻ്റെ ഫുൾ ലഗേജും കൃത്യമായിട്ട് എൻ്റെ അകത്ത് കൊള്ളും. എനിക്കൊരു 2 സീറ്റർ ലുക്കും കിട്ടും, ഇഷ്ടം പോലെ ബൂട്ട് സ്പേസ് കിട്ടും. പക്ഷെ ഇവർ സമ്മതിക്കുന്നില്ലെന്നേ. കൊള്ളാൻ ടീച്ചർ, വിഷമായി വിഷമായി. എന്നാലും അങ്ങനെ പറയണ്ടായിരുന്നു. അങ്ങനെ പറയണ്ടായിരുന്നല്ലേ? അതെ അതെ, അങ്ങനെ പറയണ്ട. പേര് ഇവിടെ നിൽക്കുമ്പോ എന്റെ വണ്ടിയുടെ ബാക്കിൽ ആരും കയറണ്ടെന്ന് പറയണ്ടായിരുന്നല്ലേ? മോശമായി പോയി ടീച്ചർ. അതൊന്നും മൈക്കില്ല, കിട്ടൂല. എല്ലാം ഉണ്ട്, കിട്ടും. ഇതിന്റെ മൈക്കുണ്ട്. പിന്നെ പോക്കത്ര നിസ്സാരോ അതില്ലാട്ടല്ല അതിലടയ്ക്കും. ഞാൻ കണ്ട നിങ്ങൾ അത് ആരും അപ്രീഷിയേറ്റ് ചെയ്യില്ല. ഞാൻ ഇതെല്ലാ സാധനവും എടുത്ത് ഉപയോഗിച്ച് ഞാനാണെങ്കിൽ സിസ്തും കുസ്തിയാണ് ഈ കാര്യത്തിൽ. എനിക്ക് ഒരു പോയിട്ടില്ല, ഉപയോഗിച്ചാലേ പറ്റൂ. അപ്പടിയൊന്നുമില്ലേ എനിക്ക്, അപ്പടി എനിക്ക് സങ്കടമൊന്നുമില്ല. നീ അപ്പിടിച്ചു വീഡിയോ എടുത്തോണ്ട് എനിക്ക് ഒരു വിവരമില്ല. ഞാനേ ഓസ്മോ പോക്കറ്റ് 3 ക്യാമറ കൂടി മേടിച്ചു. അതിനാണ് ഈ സൗഭാഗ്യം ഇത്ര എന്നെ കളിയാക്കുന്നത്. എനിക്കാണെങ്കിൽ ഈ ഇലക്ട്രോണിക് ഗാഡ്ജറ്റ്സുമായിട്ട് ഒരു വലിയ പരിചയമൊന്നുമില്ല, അത് ഉപയോഗിക്കാനും അറിഞ്ഞൂടാ. ഈ കുട്ടികളൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടിട്ടാണ് ഞാനിത് യൂസ് ചെയ്യുന്നത്. നിങ്ങൾ അറിയണം, എന്റെ വില്ലൻ മുഖം മാത്രമേ നിങ്ങൾ അറിയുള്ളൂ. മനഃപൂർവ്വം അരിഞ്ചേട്ട എന്നുമേ എന്റെ സൈഡാണ്. കണ്ടോ സുഹൃത്തുക്കളെ, കൊടുത്ത സാധനം തിരിച്ചു വാങ്ങിക്കരുതെന്ന് പറയും. കൊടുത്ത സാധനം തിരിച്ചു വാങ്ങിക്കുന്നു. അരുണ് കൊടുക്കാൻ, അരുൺ ഇസ് വെരി ഗുഡ്. അല്ല, എന്റെ സൈഡാണ്. അത് കൊള്ളാം. എന്റെ സൈഡിൽ നിൽക്കുന്നത് വെരി ബാഡും കൊള്ളാലോ. എന്റെ സൈഡിൽ നിൽക്കുന്നത് മോശം. അപ്പൊ നമ്മുടെ സൈഡിൽ ആരും ഇല്ല. നല്ല രസമുണ്ട്. നമ്മളെ മാഫിയ വണ്ടി വന്ന ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. ഇല്ല. മമ്മി കേക്കട്ടാ, റാഷ് ഡ്രൈവിംഗിനെ പറ്റി പേസറില്ല. അമ്മ ചാവേറായിട്ട് കേട്ട് തൊലയടി. ഈ അടുത്താണ് ഇവര് ഈ പജേറോ കാർ എടുത്തത്. ഞാനിതുവരെ അതിൽ കയറിയില്ല, അതുകൊണ്ട് എന്നെ ഒരു ഡ്രൈവിന് കൊണ്ടുവന്നു അവരെല്ലാവരും കൂടി ചേർന്ന്. പൊതുവേ 4 വീലേഴ്സിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതുപോലത്തെ വലിയ വണ്ടികളാണ്. എന്നുവെച്ചാൽ XUV ടൈപ്പ് വെഹിക്കിൾസ്. കുറച്ച് റോഡിൽ നിന്ന് ഇങ്ങനെ ഉയരത്തിൽ നിൽക്കുന്ന, റോഡ് ക്ലിയറൻസ് ഉള്ള, അകത്ത് ഹെഡ് സ്പേസ് ഉള്ള വലിയ സീറ്റ്സും ഒക്കെ, ഒരു 7 സീറ്ററൊക്കെ ഉണ്ടെങ്കിൽ എനിക്ക് വലിയ സന്തോഷമാണ്. കാരണം ഒത്തിരി മെമ്പേഴ്സൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പോകാനൊക്കെ നല്ലത് അതാണ്. മാത്രമല്ല നമ്മുടെ റോഡ്സൊക്കെ മുഴുവൻ കുണ്ടും കുഴിയൊക്കെ അല്ലേ, അപ്പോൾ കട്ടറിലൊന്നും ചാടാതെ സുഖമായിട്ട് പോവാം. പക്ഷേ നമ്മുടെ ട്രാഫിക് ആലോചിക്കുമ്പോൾ ഒരു ചെറിയ വണ്ടി തന്നെയാണ് ഏറ്റവും യൂസ്ഫുൾ നമുക്ക്. അതുകൊണ്ടാണ് ഞാൻ സിലേറിയോ എടുത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും നമുക്ക് കാണാം, ഉറപ്പായിട്ട് കാണണം കേട്ടോ. ലോട്ട്സ് ആൻഡ് ലോട്ട്സ് ഓഫ് ലവ്. ഗോഡ് ബ്ലെസ് യു ഓൾ.